ടർബോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവിയാണ്. മമ്മൂട്ടിയുടെ എന്താ പറയുക, ഒരു ഫാനാണ് ഞാൻ. വളരെ കാലത്തിന് ശേഷം നല്ലൊരു ഇടി കാണുകയാണ്. എങ്ങനെയാണോ തുടങ്ങി അതിൻ്റെ അവസാനം വരെ ആ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. ഭയങ്കര ത്രില്ലിംഗ് ആണ്. അതെ അതെ, ലാഗില്ല. നമ്മൾ മമ്മൂക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു പടം എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഞാൻ എക്സ്പെക്ട് ചെയ്തു. നല്ല ഇടി. ഈ പ്രായത്തിൽ നമ്മുടെ മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇമാതിരി ഒരു ആക്ഷനൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം ഞാൻ ചോദിക്കണം, മമ്മൂട്ടിയുടെ ആ കരിയർ ആ ലെവലിലുള്ള ആളുകളിലാണ് ചോദിക്കണേ. സൂപ്പർ സ്റ്റാർ ചെയ്യും. സൂപ്പർ സ്റ്റാർ എല്ലാത്തിനും നമ്മളൊരു എന്താ പറയുക, മോഹൻലാൽ മമ്മൂട്ടിയുടെയൊക്കെ മൂവി വരുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ, ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ട് ആസ്വദിച്ച ഒരു പാട്ടാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് ഒരു വിശ്വാസം. ലാസ്റ്റ് വന്നപ്പോൾ വി ആർ എക്സ്പെക്ടിങ് വീണ്ടും ഒരു ഇടി. ഓക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് വരുന്നുണ്ട്. അതും വലിയ യൂട്യൂബേഴ്സാണ് ഇടുന്നത്, സാധാരണക്കാരൊന്നും ഇടുന്നില്ല. അതിനെക്കുറിച്ച് എന്താണ് തോന്നണേ? ഓരോ ആൾക്കാരുടെ ഓരോ പെർസെപ്ഷൻ അല്ലേ. ചിലവർ പറയും നല്ല പടമെന്ന് പറയും. ഞാനും റിവ്യൂ ഞാനൊരു പ്രൊഫസറാണ്. ഞാൻ ഈ മീഡിയ എൻ്റെ കൂടെ കണ്ട കലീഗ്സ് പറഞ്ഞിട്ടാണ് ഈ മൂവി വന്ന് കണ്ടത് തന്നെ. ഒട്ടും മോശമായിട്ടില്ല. ഐ എം റിയലി ഹാപ്പി. ഹസ്ബൻഡും പ്രൊഫസറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇരുന്ന് കണ്ടു. സമയം പോയത് പറഞ്ഞില്ല. അപ്പം എൻ്റെ മക്കളെയും കൊണ്ടൊന്ന് കാണിക്കാണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ടൈമിങ് വെക്കേഷൻ ആയതുകൊണ്ട് ഇവർ ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ അവർ വന്ന ഉടനെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.